നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAEക്ക് പിന്നാലെ ഒമാനിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു റിക്ടർ സ്കെയിലിൽ 1.6 രേഖപ്പെടുത്തിയ ഭൂചലനം UAEയിൽ ഉണ്ടായത്. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ, അതായത് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഒമാനിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം EMC ആണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ സൂറിൽ അനുഭവപ്പെട്ട ഭൂചലനത്തിൽ പ്രദേശവാസികളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയുണ്ട്. സൂർ വിലായത്തിന് 57 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. സൂറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും കടകളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അതുപോലെ തെക്കൻ അൽ ഷർഖിയ ഗവർണറേറ്റിലെ പ്രദേശവാസികൾക്കും ഭൂചലനം അനുഭവപ്പെട്ടു. തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ സൂർ, ജഅലാൻ, ബാനി ബു അലി, സുവൈ, റാസ് അൽ ഹദ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ദിവസങ്ങൾക്ക് മുൻപ് UAEയിലുണ്ടായ ഭൂചലനത്തിൽ രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫുജൈറയിലെ ദിബ്ബ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചത്. നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. അൽ ബദിയ ഏരിയയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇത്തരത്തിൽ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ട വിവരമൊക്കെ പങ്കുവച്ചിരുന്നു. ഭൂനിരപ്പിൽ നിന്നും 5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനം അനുഭവപ്പെട്ടതായി ദിബ്ബ മേഖലയിലെ നിരവധി താമസക്കാരും പറഞ്ഞു. അതേസമയം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശക്തി കുറഞ്ഞ ഭൂചലനമാണ് ഉണ്ടായതെന്നുമാണ് വിദഗ്ധർ അറിയിച്ചത്. പല താമസക്കാർക്കും ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഒമാൻ നിവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന്റെ നേരിട്ടുള്ള ആഘാതങ്ങൾ ഞായറാഴ്ച വൈകിട്ടോടെ സലാലയിൽ അനുഭവപ്പെടുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ CAA നിർദ്ദേശിച്ചു. ഇന്ത്യ നിർദ്ദേശിച്ച തേജ് എന്ന പേരിലായിരിക്കും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറായി ദോഫാർ ഗവർണറേറ്റിന്റെയും യമനിന്റെയും തീരങ്ങളിലേക്ക് കാറ്റ് ഇപ്പോൾ നീങ്ങുകയാണ്. 330 കിലോമീറ്റർ വിസ്തൃതിയിൽ വീശുന്ന ചുഴലിക്കാറ്റിന്റെ കേന്ദ്രഭാഗം സലാല തീരത്ത് നിന്ന് 700 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. എന്നാൽ മഴ മേഘങ്ങൾ 360 കിലോമീറ്റർ അടുത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ടോടെ കാറ്റിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ദോഫാർ ഗവർണറേറ്റിൽ അനുഭവപ്പെടും. ചൊവ്വാഴ്ച രാവിലെയായിരിക്കും കേന്ദ്രഭാഗം തീരം തൊടുക. ദോഫാർ ഗവർണറേറ്റിനും യമനിലെ അൽ മഹ്റ ഗവർണറേറ്റിനും ഇടയിലൂടെ ഇത് കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.